എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു മാമ്പഴത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് ഏത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ എളുപ്പത്തിൽ. അപ്പോൾ നമുക്കതിനായിട്ട് നല്ല പഴുത്ത മാമ്പഴമാണ് ആവശ്യം. നല്ല പഴുത്ത മാമ്പഴം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ മാമ്പഴം നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാല്, പഞ്ചസാര, ഫ്രഷ് ക്രീം, പാൽപ്പൊടി, ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം ഒരേ അളവിലാണ് എടുക്കേണ്ടത്. അതായത് എല്ലാം 100 ഗ്രാം ആണെങ്കിൽ അങ്ങനെ, 200 ഗ്രാം ആണെങ്കിൽ അങ്ങനെ, എല്ലാതും തുല്യ അളവിലെടുത്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മളിത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യണത്. നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നല്ല പഴുത്ത മാമ്പഴമാണെങ്കിലാണ് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇന്ന മാമ്പഴം എന്നില്ല, നമ്മൾ എടുക്കണ മാമ്പഴം നന്നായിട്ട് പഴുത്തിരിക്കണം. നമുക്കപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് അതും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മാമ്പഴം ഞാൻ ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വലുപ്പത്തിൽ കട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പിന്നെ ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങയായിരിക്കണം. അപ്പോൾ നമ്മൾ മാമ്പഴം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അതായത് പാലും പഞ്ചസാരയും ഫ്രഷ് ക്രീമും പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളിത് മധുരം ലാസ്റ്റ് ഒന്നും നോക്കേണ്ടതാണ്. മാങ്ങ നല്ല മധുരമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സ്വല്പം പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി പഴുത്ത നല്ല മാങ്ങ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് അടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മധുരം നോക്കാവുന്നതാണ്. നമുക്ക് നല്ല സ്പീഡിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമാണ് ഇത് നന്നായി അടിഞ്ഞ് പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ നമ്മളിത് അടിച്ച് കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം തന്നെ ഇത് നന്നായിട്ട് പതിഞ്ഞ് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒത്തിരി നേരം അടിച്ചുകൊണ്ട് സ്വല്പം ചൂടുണ്ട്. ഒരു സെക്കൻഡ് നേരം നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ആഡ് ചെയ്യാം. നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി ഐസ്ക്രീമുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പപ്പായ വെച്ചിട്ടൊരു ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്, ഇളനീർ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം, അങ്ങനെ ഒത്തിരി ഐസ്ക്രീമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പലരും കണ്ടിട്ടില്ല. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്ത് ടാപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അടച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇത് ഞാനിനി നാളെ കാലത്താണ് എടുക്കണത്. അപ്പം നമുക്ക് ഇത് അടിപൊളിയായിട്ടുണ്ടാവും. രാത്രി വെച്ചിട്ട് ഇപ്പോൾ കാലത്താണ് ഇത് എടുത്തിരിക്കണത്. ഉറച്ച് നല്ല കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്ത ഐസ്ക്രീമിൽ ഇളനീർ ഐസ്ക്രീം ഈ സമയത്ത് കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ഇപ്പം വളരെ ചൂടും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മാംഗോ ഐസ്ക്രീമിൻ്റെ സെയിം തന്നെയാണ് നമുക്ക് പപ്പായ വെച്ചിട്ടുള്ള ഐസ്ക്രീം. അപ്പോൾ ആ പപ്പായ കൊണ്ട് ഐസ്ക്രീം മാത്രമല്ല, മാംഗോ ബാറൊക്കെ പോലെ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇത് മോൾഡിൽ വെച്ചിട്ട് മാംഗോ ബാർ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ നമ്മൾ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ ഈസിയുമാണ്. ഏത് ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് മാമ്പഴക്കാലമാണ്. എല്ലാവിടെയും മാമ്പഴത്തിൻ്റെ ഒരേ കളിയാണ്. അപ്പോൾ നമുക്ക് മാമ്പഴം വേസ്റ്റ് ആക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതൊന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.